പോസ്റ്റൽ ഇൻഫോ പ്ലസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡയറക്റ്റ് പോസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഡയറക്റ്റ് പോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിലേക്ക് വരണം അൺഅഡ്രസ്ഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ്. നമ്മൾ കണ്ടിട്ടുണ്ട് ഈ അഡ്രസ്സ് എഴുതാതെ വരുന്ന കുറേ കൂട്ടം ആർട്ടിക്കിൾസ് നമുക്ക് പോസ്റ്റർമാർക്ക് വിധിച്ചു കൊടുക്കാറുണ്ട്. അത് ഒരു നോട്ടീസ് വിതരണം പോലെ, പരസ്യം പോലെ പോസ്റ്റർമാർ അവരുടേതായിട്ടുള്ള ഏരിയകളിൽ വിതരണം ചെയ്യാറുണ്ട്. അതാണ് ഡയറക്റ്റ് പോസ്റ്റ്. അപ്പോൾ ഡയറക്റ്റ് പോസ്റ്റ് എന്ന് കേൾക്കുമ്പോഴത്തേക്കും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഡയറക്ഷൻ ഇല്ലാത്ത പോസ്റ്റ് എന്ന് ഓർക്കുക. ഡയറക്ഷൻ ഇല്ല, എവിടെ വേണമെങ്കിലും കൊണ്ട് കൊടുക്കാം. ഡയറക്ഷൻ ഇല്ലാത്തൊരു പോസ്റ്റാണ് ഡയറക്റ്റ് പോസ്റ്റ് എന്ന് ചുമ്മാ ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഡയറക്റ്റ് പോസ്റ്റ് എന്ന് കേൾക്കുമ്പോഴത്തേക്കും ഈ ഒരു അൺഅഡ്രസ്ഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾ ടൈപ്പ് ആണെന്നുള്ളത് നമുക്ക് കത്തും. ഇതൊരു കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള സർവീസാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഈ ബിസിനസ് സ്ഥാപനങ്ങൾക്ക്, ഓർഗനൈസേഷൻസിനൊക്കെ അവരുടെ അഡ്വർടൈസ്മെൻറ്റ്സ് ഇഷ്ടമുള്ള ഏരിയകളിൽ അവർ ഇഷ്ടപ്പെടുന്ന അത്ര ആൾക്കാരുടെ ഇടയിൽ, അവരെ ഇഷ്ടപ്പെടുന്ന തരം ആൾക്കാരുടെ ഇടയിലൊക്കെ പ്രചരിപ്പിക്കാനായിട്ട് ഉള്ളൊരു ബെസ്റ്റ് സർവീസാണ് നമ്മുടെ ഡയറക്റ്റ് പോസ്റ്റ് സർവീസ്. ഇതൊരു അൺഅഡ്രസ്ഡ് ബൾക്ക് മെയിൽ സർവീസാണ്. അതായത് അഡ്രസ്സ് എഴുതാത്ത ബൾക്ക് മെയിലാണ്. അതായത് 1000 ആർട്ടിക്കിൾ, അറ്റ്ലീസ്റ്റ് 1000 എണ്ണമെങ്കിലും പോസ്റ്റ് ചെയ്യണം കസ്റ്റമർ. ആ ഒരു 1000 എന്ന കണക്ക് ഇതിൻ്റെ ഈ ഒരു സർവീസിൻ്റെ കൂടെ നമ്മൾ ഓർത്തിരിക്കുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡയറക്റ്റ് പോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അഡ്രസ്സ് എഴുതാത്ത ആർട്ടിക്കിൾ ആണെന്ന് ഓർത്തെടുക്കുന്നത് പോലെ അറ്റ്ലീസ്റ്റ് 1000 എണ്ണമെങ്കിലും ബുക്ക് ചെയ്യണം എന്നൊരു കാര്യവും നമ്മൾ ഓർത്ത് വയ്ക്കുക. അടുത്തത് പറയുന്നത് എക്സാമ്പിൾസ് ഓഫ് ഐറ്റംസ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെ തരം പരസ്യങ്ങളാണെന്ന് പറഞ്ഞ്, അഡ്വർടൈസ്മെൻറ്റിനാണ് മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് ഏതൊക്കെ തരം ഐറ്റങ്ങൾ ഉൾപ്പെടും എന്നുള്ളൊരു കാര്യമാണ്. ലെറ്റേഴ്സ്, കാർഡ്സ്, ബ്രോഷേഴ്സ്, പാംപ്ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ ലഘുലേഖ എന്നർത്ഥം വരുന്ന, ക്വസ്റ്റ്യനറീസ്, സർവേകൾ, സാമ്പിൾസ്, പ്രൊമോഷണൽ ഐറ്റംസ്, ഈ CDs, ഫ്ലോപ്പി പോലത്തെ, കൂപ്പൺസ്, പോസ്റ്റേഴ്സ്, മെയിലേഴ്സ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു കാറ്റഗറിയിൽ പോകാവുന്ന ഐറ്റംസ്. കാറ്റഗറിയിൽ ഇത്ര ഐറ്റം പോകുമെന്ന് പറയുമ്പോഴത്തേക്കും ഒരു കണ്ടീഷനോട് വരും. ഈ കുറേ ഇതുപോലത്തുള്ള കുറേ ഐറ്റംസ് ഈ ഒരു സർവീസ് വഴി പോവും. പക്ഷേ ഈ പോകുന്ന ഐറ്റങ്ങളൊന്നും പോസ്റ്റൽ ലോസ് വഴി നിരോധിക്കപ്പെട്ടതാവരുത്. പോസ്റ്റൽ ലോ വഴി പെർമിസിബിൾ ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം ഇതുവഴി പോവും. ഓക്കെ, ഈ ഒരു സർവീസ് ഡയറക്റ്റ് പോസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ഡേറ്റ്, അതായത് ജൂൺ 2, 2005 ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഏതൊരു ഇൻഡിവിജ്വലിനും ഏതൊരു ഓർഗനൈസേഷനും ഈ ഒരു സർവീസ് അവർക്ക് അവൈൽ ചെയ്യാം. ഡയറക്റ്റ് പോസ്റ്റായിട്ടൊരു ആർട്ടിക്കിൾ പോകുമ്പോഴത്തേക്കും അതിനകത്ത് അഡ്രസ്സോ പേരോ ഉണ്ടാവാൻ പാടില്ല. പിന്നെ ഈ ഒരു ബൾക്കായിട്ടുള്ള ആർട്ടിക്കിളുകൾ പറഞ്ഞല്ലോ, അറ്റ്ലീസ്റ്റ് 1000 എണ്ണമെങ്കിലും ബുക്ക് ചെയ്യണം, പോസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയുള്ള ബൾക്കായിട്ടുള്ള ആർട്ടിക്കിളുകൾ ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റ് ഓഫീസിലാണ് സ്വീകരിക്കപ്പെടുക. അതിങ്ങനെ കുറച്ച് പോസ്റ്റ് ഓഫീസുകളെ ഡെസിഗ്നേറ്റ് ചെയ്യപ്പെട്ടിരിക്കും. ചിലപ്പം VPC ആയിരിക്കാം, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് HOകളൊക്കെ ആയിരിക്കാം. അപ്പോൾ അവിടെ ഇത് സ്വീകരിക്കപ്പെടും ബൾക്കായിട്ട്. ഇനി ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ, ഈ ഡയറക്റ്റ് പോസ്റ്റ് ആർട്ടിക്കിൾസ് ലെറ്റർ ബോക്സിൽ കൊണ്ടിടാമോ? അങ്ങനെ ചോദിച്ചാൽ ഉത്തരം ഇല്ല എന്നാണ്. ഇതുപോലുള്ള ഈ ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയി ബൾക്കായിട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ലെറ്റർ ബോക്സിൽ ഇടാൻ പാടില്ല. പിന്നെ പറഞ്ഞല്ലോ, മിനിമം 1000 ആർട്ടിക്കിൾസ് എങ്കിലും പോസ്റ്റ് ചെയ്യണം. പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ കസ്റ്റമർക്ക്, പോസ്റ്റ് ചെയ്യുന്ന ആൾക്ക് പറയാം, ഇത്ര ആൾക്കാർക്ക് ഇത്രയൊക്കെ ഏരിയകളിൽ, അതും ഇന്ന കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാർക്കെല്ലാം കൊടുക്കണം എന്നൊരു കണ്ടീഷനൊക്കെ വയ്ക്കാം. അല്ലെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷനിൽ അത് ചേർക്കാം. ഇപ്പോൾ കുറച്ച് ഇപ്പം ഡിഗ്രി ഹോൾഡേഴ്സിനിടയ്ക്ക്, അല്ലെങ്കിൽ ഡോക്ടേഴ്സിനിടയ്ക്ക്, അല്ലെങ്കിൽ ലോയേഴ്സിൻ്റെ ഇടയ്ക്ക് മതി എൻ്റെ ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് പ്രചരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ കൊടുക്കുന്നതെന്ന് അയാൾക്ക് പറയാം, കസ്റ്റമർക്ക് പറയാം. അങ്ങനെയുള്ള ഓപ്ഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ന അഡ്രസ്സിൽ കൊണ്ടുകൊടു, അല്ലെങ്കിൽ ഇന്ന ആൾക്ക് കൊണ്ടുകൊടു എന്നൊന്നും അയാൾക്ക് പറയാൻ പറ്റത്തില്ല. ഏരിയ പറയാം, ഏകദേശം നമ്പറുകൾ പറയാം, പിന്നെ ആ ഒരു കാറ്റഗറീസ് ഓഫ് പീപ്പിൾ പറയാം. അല്ലാതെ സ്പെസിഫിക് അഡ്രസ്സോ സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെയോ അയാൾക്ക് പറയാൻ സാധിക്കില്ല. ഇനി ഈ കൊണ്ടുവരുന്ന ഡയറക്റ്റ് പോസ്റ്റ് ആർട്ടിക്കിൾസ് ബൾക്കായിട്ടായിരിക്കുമല്ലോ. ഇതിൻ്റെ ഡെലിവറി ഉദ്ദേശിച്ചിരിക്കുന്നത് അതർ ടൗൺസിലാണെങ്കിൽ അത് പിൻകോഡ് വൈസ് സോർട്ട് ചെയ്ത ബണ്ടിൽസ് ആയിട്ടാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. ആ ഒരു പോയിന്റ് ഓർത്ത് വെച്ചിരിക്കാം. ഇനി ഒരു ഡീറ്റെയിൽ പറയാനുള്ളത്, ഈ കൊണ്ടുവരുന്ന ഡയറക്റ്റ് പോസ്റ്റ് ആർട്ടിക്കിളിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് മാക്സിമം A3 പേപ്പർ സൈസ് ആയിരിക്കും. നമ്മൾ A3 പേപ്പർ സൈസ്, A4 സൈസ് പേപ്പർ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. A4 സൈസ് പേപ്പർ നമ്മൾ എന്തായാലും കേട്ടിട്ടുണ്ട്. അപ്പോൾ A3 പേപ്പർ സൈസിൽ കൂടരുത്.
ഇതിൻ്റെ ഈ കൊണ്ടുവരുന്ന ഡയറക്റ്റ് പോസ്റ്റ് ആർട്ടിക്കിളിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. അതൊന്ന് എക്സാം വൈസിൽ നോട്ട് ചെയ്ത് വെച്ചിരിക്കാം. പിന്നെ ഈ ഡയറക്റ്റ് പോസ്റ്റിൻ്റെ ഡെലിവറി ഒൺലി വിത്തിൻ ഇന്ത്യയാണ്. വിദേശത്തോട്ട് ഡയറക്റ്റ് പോസ്റ്റിൻ്റെ ഡെലിവറി ഇല്ല. ആ ഒരു കാര്യവും ഓർത്ത് വെച്ചിരിക്കുക. ഇനി ഡിസ്കൗണ്ട് 50,000 മേളിൽ പോകുന്ന ഡയറക്റ്റ് പോസ്റ്റ് ആർട്ടിക്കിൾ ബുക്കിങ്ങിന് 5% ഡിസ്കൗണ്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് എക്സാം വൈസിൽ നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യമാകുന്നു. 50,000 മേളിൽ പോകുമ്പോഴത്തേക്ക് നമ്മൾ 5% ഡിസ്കൗണ്ട് കൊടുക്കും. പിന്നെ ഈ ഡയറക്റ്റ് പോസ്റ്റിൻ്റെ ഡെലിവറിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഡെലിവറി പോസ്റ്റ് ഓഫീസിൽ ഡെലിവറി സ്റ്റാഫുകൾക്ക് ഇത് ഇഷ്യൂ ചെയ്ത് കൊടുക്കും. അത് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത് ഈ കസ്റ്റമർ പറഞ്ഞ അനുസരിച്ച് അയാൾ കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചുള്ള ഏരിയകൾ ഓരോ ഡെലിവറി സ്റ്റാഫിന് വരുമല്ലോ, അതനുസരിച്ചാണ് ആ ഒരു ഇഷ്യൂ നടക്കുന്നത്. അതനുസരിച്ചാണ് ആ ഡെലിവറി സ്റ്റാഫിന് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത്. ആൾറെഡി നമ്മുടെ ആ കസ്റ്റമറിൻ്റെ ഇൻസ്ട്രക്ഷൻസ് പാസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അയാൾ പറഞ്ഞിരിക്കുന്ന ഏരിയകൾ, അയാൾ പറഞ്ഞിരിക്കുന്ന കാറ്റഗറീസ് ഓഫ് പീപ്പിൾ, ഇതൊക്കെ ഏത് ഏരിയകളിലാണ്, ഏതൊക്കെ പോസ്റ്റ്മാൻ്റെ ഏരിയയിലാണ് എന്നുള്ളത് അവിടെ ഡെലിവറി പോസ്റ്റ് ഓഫീസിൽ നിശ്ചയം ഉണ്ടാകും. അതനുസരിച്ചാണ് അവിടെ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ആ ഇഷ്യൂയിങ് ഓഫ് ആർട്ടിക്കിൾസ് നടക്കുന്നത് ഡെലിവറി സ്റ്റാഫിൻ്റെ ഇടയ്ക്ക്. അടുത്ത പറയാനുള്ള താരിഫാണ്. 20 ഗ്രാമിന് പെർ ആർട്ടിക്കിളിന് ലോക്കൽ ലിമിറ്റിന് 1.5 രൂപ, ഇൻറ്റർസിറ്റി 2 രൂപ, പിന്നെ അഡീഷണൽ വരുന്ന 20 ഗ്രാമിന് ലോക്കൽ ലിമിറ്റിലായിക്കോട്ടെ ഇൻറ്റർസിറ്റി ലിമിറ്റിലായിക്കോട്ടെ 1 രൂപയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുക, എളുപ്പമല്ലേ. അപ്പോൾ ഡയറക്റ്റ് പോസ്റ്റ് ഇത്രയേ ഉള്ളൂ. ഡയറക്റ്റ് പോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഡയറക്ഷൻ ഇല്ലാത്ത പോസ്റ്റ് എന്ന് ഓർക്കുക, അഡ്രസ്സ് എഴുതത്തില്ല. പിന്നെ പറയാനുള്ളത് 1000 ആർട്ടിക്കിൾ അറ്റ്ലീസ്റ്റ് പോസ്റ്റ് ചെയ്യണം. A3 സൈസ് പേപ്പറിൻ്റെ ഡയമെൻഷനാണ് മാക്സിമം. പിന്നെ 50,000 മേളിൽ ബുക്ക് ചെയ്യുമ്പോഴത്തേക്കും 5% ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ എൻ്റെ ഇൻട്രൊഡക്ഷൻ ഡേറ്റ് വേണമെങ്കിൽ 2005 ജൂൺ 2 ഇൻട്രൊഡക്ഷൻ ഡേറ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ പോർഷനോട് നിർത്തുവാണ്. ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വീഡിയോസായിട്ട് എടുത്തെടുത്ത് പോവാണ്. അപ്പോൾ നമുക്ക് രസകരമായിരിക്കും, വളരെ പാടായിട്ട് തോന്നത്തില്ല പോർഷൻസ്. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.